വരമൊഴി സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അർത്ഥം ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പുസ്തക ചർച്ച നടന്നു. അരുണിമ വാസുദേവൻ രചിച്ച അർത്ഥം ഭാഷാരഹിതം എന്ന കവിതാ സമാഹാരത്തെക്കുറിച്ച് സവിശേഷ ചർച്ച സംഘടിപ്പിച്ചു. പാലക്കാട് പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് നടന്ന സമഗ്ര ചർച്ചയുടെ ഉദ്ഘാടനം ലൈബ്രറി സെക്രട്ടറി PS പീറ്റർ നിർവഹിച്ചു. മാറിവരുന്ന ലോകത്ത് കവിതയ്ക്കും വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വൃത്തം, അലങ്കാരം, പ്രാസം എന്നിവയൊന്നും നോക്കാതെ കവിത എഴുതുന്നവരാണ് ഇന്നുള്ളവരിൽ അധികവും. എഴുതുന്നത് കഥയാണോ കവിതയാണോ എന്നറിയാത്ത അവസ്ഥ. വരമൊഴിയുടെ സാരഥി ഗുരുജി ഗുരുവായൂരപ്പൻ അധ്യക്ഷനായി. എഴുത്തുകാരൻ PV സഹദേവൻ ചർച്ചയ്ക്ക് പ്രാരംഭം കുറിച്ച് സംസാരിച്ചു. ഭാഷ, ആശയവിനിമയ സൂചകങ്ങൾ, അർത്ഥം എന്നിവയുടെ അടിസ്ഥാന വിവരണത്തോടൊപ്പം അർത്ഥം ഭാഷാരഹിതം എന്നത് സംബന്ധിച്ച് പൊതുവായി വിഷയാവതരണം നടത്തിയതിനോടൊപ്പം ഈ പേരിലുള്ള പുസ്തകം സംബന്ധിച്ച് പ്രത്യേകമായും വിലയിരുത്തി. ഭാഷയെക്കുറിച്ച് ജർമ്മൻ ചിന്തകൻ ഹൈദഗർ ഉണ്മയുടെ പാർപ്പിടമാണ് ഭാഷ എന്നും മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളുന്ന അത്രയും എനിക്ക് വേണ്ടിയും നിലകൊള്ളുന്നതാണ് ഭാഷ എന്ന് കാറൽ മാർക്സ് പറഞ്ഞതും ചർച്ചയുടെ പ്രാരംഭകൻ ചൂണ്ടിക്കാട്ടി. അർത്ഥത്തിന് ഭാഷയുടെ അതിരുകളിൽ നിന്നും അദ്ദേഹം പറഞ്ഞു. അരുണിമയുടെ പ്രഥമ പുസ്തകം മലയാള ഭാഷയ്ക്ക് പ്രതീക്ഷ നൽകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. സുനിൽ കല്ലേപ്പുള്ളി, SV അയ്യർ, ജയൻ അക്ഷരമാല, വനജ മല്ലിക, മീന, അശോക്, മുരുകദാസ്, കണ്ണൻ പുതുപ്പരിയാരം, പവിത്രൻ ഓലശ്ശേരി, ഹരി കൊടുന്തിരപ്പള്ളി മുതലായവർ സംസാരിച്ചു. സമൂഹത്തോട് കുറെ കാര്യങ്ങൾ തുറന്നു പറയണം എന്ന ഉറച്ച ചിന്തയിൽ നിന്നാണ് ഞാൻ കവിത എഴുതി തുടങ്ങിയതെന്ന് യുവ കവയിത്രി അരുണിമ വാസുദേവൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. എന്റെ കവിതകൾ ചിന്തകളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഉടഞ്ഞ കണ്ണാടിയാണ്. എഴുതാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പല ദിവസങ്ങളിലും. വാക്കുകൾ തലയിൽ വന്നുടക്കിക്കിടന്നതിനാൽ അവ കവിതയായി ജനിച്ചു. എന്റെ ചിന്തകളെ പകർത്തിയെടുക്കണം എന്ന തീരുമാനം മാത്രമേ ആ സമയത്തുണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ ചിട്ടപ്പെടുത്തിയ വാക്കുകളൊന്നുമായിരിക്കില്ല എന്റെ കവിതകളിൽ കാണാൻ കഴിയുക. ഞാൻ എഴുതിയത് പോലെ മറ്റുള്ളവർ വായിക്കണം എന്ന് എനിക്കൊട്ടും നിർബന്ധവുമില്ല താനും, അരുണിമ പറഞ്ഞു. MT വാസുദേവൻ നായരുടെ നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥയ്ക്ക് Dr. PC ഏലിയാമ്മ രചനയും സംവിധാനവും നിർവഹിച്ച നാടകരൂപം അരങ്ങേറി. കണ്ണന്റെ പുല്ലാങ്കുഴൽ വായനയോടുകൂടിയാണ് പുസ്തക ചർച്ച തുടങ്ങിയത്. ഭാരതിയാർ എന്ന നാടകത്തിൽ അഭിനയിച്ച നടീനടന്മാർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു.